ഹലോ ആൻഡ് ഹായ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല അപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി. ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ 2.5 കപ്പ് പച്ചരിയാണ് കുതിർത്ത് ഒരു 5 മണിക്കൂറോളം കുതിർത്തിട്ട് അതിവിടെ ഞാൻ ഗ്രൈൻഡറിലിട്ട് അരയ്ക്കുകയാണ്. പിന്നെ ഇത്ര ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിപ്പോൾ ഞാൻ ചെറിയ ജാറിലിട്ട് അരച്ചിട്ട് അതും കൂടി ഞാൻ ഗ്രൈൻഡറിലിടും. അതുപോലെ തന്നെ തേങ്ങ ഈ ഒരു ക്വാണ്ടിറ്റിയാണ്, അതും ചെറിയ ജാറിലിട്ട് അരച്ചിട്ട് ഇത് രണ്ടും ഞാനിപ്പോൾ അരച്ച് ഇതിൻ്റെ ഒപ്പം തന്നെ ഇതിട്ട് അരി ഒന്ന് അരയുമ്പോഴാണ് ഞാൻ ഈ ചോറ് ഇടുന്നത്, അരച്ച് ചെറിയ ജാറിൽ അരച്ചിട്ട് അതിലിടുന്നത്. അതുപോലെ തന്നെ തേങ്ങയും ഇപ്പോൾ ഇതെല്ലാം കൂടെ അരച്ച് ഞാൻ ചരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു സ്പൂൺ ഈസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് ഞാനൊരു കുറച്ച് വാം വാട്ടർ കലക്കി മാവിൽ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാനത് രാത്രിത്തേക്ക് അപ്പം ഉണ്ടാക്കാനാണ്. എല്ലാം കൂടെ നന്നായിട്ട് കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ രാത്രി ഒരു 8 മണിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ നന്നായി വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്. എനിക്ക് എന്താ പറയുക, ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അറിഞ്ഞുകൂടാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പച്ചരി ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഈ കുറച്ച് ചോറും കുറച്ച് തേങ്ങയൊക്കെ അരച്ച്, ഇതിപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ ചെയ്തു, നിങ്ങൾക്ക് മിക്സിയിലും ചെയ്യാം. വളരെ നല്ലതാണ്. അതിൻ്റെ ഒപ്പം തന്നെ മുട്ടക്കറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഏതോ ഒരു മാസം ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മുട്ടക്കറി. അപ്പോൾ മുട്ട റോസ്റ്റ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനൊരു കറിയാക്കി ഇന്നത്തെ രാത്രിത്തേക്ക് ഞാനിപ്പോൾ മകനും ഹസ്ബൻഡിനും കൊടുക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.